നല്ല ഫ്രഷ് ആയിട്ട് ഗരം മസാലയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടേ നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ക്വാളിറ്റിയുള്ള ആ ഒരു ഹോൾ സ്പൈസസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ഗരം മസാല തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നു. അപ്പോൾ നല്ല സ്പൈസസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ഗരം മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഞാൻ ആദ്യം കാണിച്ചിട്ട് ഒരു സ്പൂണിനാണ് 2 വലിയ സ്പൂൺ നിറച്ച് തന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പീസ് പട്ട, നീളമുള്ള പട്ടയുള്ള ഒരു 3 പീസ്, അതിന് 2-3 പീസായിരുന്നു ഓടിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ ശ്രീലങ്ക പട്ടയാണ് ഉപയോഗിക്കുന്നത്. നോർമൽ പട്ടയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത് കുറച്ചൊന്ന് കട്ടിയായിരിക്കും കേട്ടോ ഒരു പട്ടയ്ക്ക്, നല്ല ഫ്ലേവറും കൂടുതലാണ് ഈ ഒരു പട്ടയ്ക്ക്. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് കൊടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് ബിരിയാണി മസാല ആയിട്ടും ഉപയോഗിക്കാം, ഗരം മസാല ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ വെജിനോ നോൺ വെജിനോ ഒക്കെ ഈ ഒരു ഗരം മസാലപ്പൊടി ചേർക്കുമ്പോഴേ കറിക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഈ ഒരു ബിരിയാണിക്കാണ് ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ നോർമൽ ഞാൻ എപ്പോഴും ഗരം മസാല എന്ന് ഞാൻ പറയുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3 കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വയ്ക്കാനാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് മാത്രം ഞാൻ ഇങ്ങനെ കുരുമുളകും പെരിഞ്ജീരകമൊക്കെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വയ്ക്കാൻ കേട്ടോ. ഇതിൽ കുറച്ച് 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെയും പൊടിച്ച് വെക്കാറുണ്ട്. അതും ഒരു ഗരം മസാല ഉണ്ട്. നമ്മൾ ഗരം മസാല പല രീതിയിൽ തയ്യാറാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു രീതിയാണ്. ഇത് നല്ല ഫ്ലേവർ ആയിട്ടുള്ള ബിരിയാണിക്കും നമുക്ക് സാധാരണ കറികളിൽ ഉപയോഗിക്കാനൊക്കെ എടുക്കാം. നല്ലൊരു ഗരം മസാല, നല്ല ഫ്ലേവർ ഉണ്ട് ഈ ഒരു ഗരം മസാലയ്ക്ക്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ്, ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മിക്സി ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ശ്രീലങ്ക പട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കറി കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സവാളയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഗരം മസാല തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്, ഇപ്പോൾ ഗരം മസാല ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റെസിപ്പി കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു 3 സവാള ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് സ്ലൈസ് ആക്കിയിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടാണ് ഞാൻ ഒരു സവാള ഒന്ന് വേവിച്ചെടുത്തത്. എന്നിട്ട് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 1 കിലോ മട്ടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും 2-3 പീസ് ഒരു രമ്പല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മട്ടൻ കറിക്ക് ഒരു രമ്പല ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ കൊടുത്തിട്ട് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു 10-20ഓളം ചെറിയ ഉള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം, ഒരു 4-5 പച്ചമുളകും ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മട്ടൻ ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇത് 1 കിലോ മട്ടൻ ഉണ്ട്. ആ ഒരു മട്ടൻ അതിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, അതോടുകൂടി തന്നെ നമുക്ക് ആ ഒരു മസാല കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ഗ്രേവി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ളം ഒന്ന് വറ്റിച്ച് നല്ലൊരു റോസ്റ്റ് പാകത്തിനൊന്ന് ആക്കിയെടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒന്ന് തിളച്ചൊന്ന് റെഡി ആയിട്ട് അത് നമ്മൾ മട്ടൻ വേവിച്ച് ചേർത്തതുകൊണ്ട് തന്നെ ഇതിലുള്ള ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ആ ഒരു മട്ടനിലൊന്ന് പിടിച്ച് വരട്ടെ. ഞാൻ കുക്കറിൽ ഒരു 3-4 വിസിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് ആ ഒരു മട്ടൻ കുക്കായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഞാൻ ഈ ഒരു പാൻ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും ഒന്നും കൂടെ. അപ്പോൾ അതാ ഒരു ഏകദേശം ഒരു റെഡിയായി വരുന്നുണ്ട് മട്ടൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്തെടുക്കാം. നമ്മളതിൻ്റെ ഫ്രഷ് ആയിട്ട് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക വാസനയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഗരം മസാലപ്പൊടി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഗരം മസാല ഞാൻ വേറൊരു ബോട്ടിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഗ്ലാസ് ജാറിൽ മാറ്റിയിട്ടാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതിൻ്റെ സ്മെല്ല് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ് ജാറിൽ തന്നെ വെക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ബോട്ടിലിൻ്റെ നിറം തന്നെ മാറിപ്പോകും. ആ ഒരു അവസ്ഥയിലാവും കേട്ടോ, അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് സൂക്ഷിച്ചാൽ മതി ഇങ്ങനെയുള്ള മസാലാസൊക്കെ. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയിലൂടെ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് ഏകദേശം ഒന്ന് പാകം വരുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ പിന്നെ അങ്ങോട്ട് കുക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് കുറച്ച് മല്ലിയില അരിഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു പീസ് രമ്പയിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടൻ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. അതിൻ്റെ ആ ഒരു മസാലയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് മട്ടനിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ നമ്മളൊരു 3-4 വിസിൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രഷർ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് തട്ടിയിട്ടാണ് വേവിച്ചത്. അപ്പം ഒരുപാട് മട്ടൻ വെന്ത് ഉടഞ്ഞിട്ടില്ലായിരുന്നു. നന്നായിട്ട് പിന്നെ
നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ റോസ്റ്റ് എന്നോ കറി എന്നൊക്കെ പറയും. ഞാൻ കുറച്ചൊന്ന് ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ചെയ്തെടുത്തത്. ഒരുപാട് കറിയല്ലെന്ന് ഒരുപാട് റോസ്റ്റും അല്ലാത്ത പാകത്തിലാണ്. അപ്പോൾ അതാ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ കറി തന്നെയായിരുന്നു. പിന്നെ ഒരു മട്ടൻ കറിയൊക്കെ വെച്ചിട്ട് ക്ഷീണം കാരണം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിച്ചത്. അതായത് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് പൊറോട്ടയും ചെറിയ കുട്ടി പൊറോട്ടയാണ്. പൊറോട്ടയും ആ ഒരു മട്ടൻ റോസ്റ്റും സൂപ്പർ കോമ്പിനേഷനായിരുന്നു. അപ്പോൾ എന്തായാലും കട്ടൻ ചായയും കൂടെ ഉണ്ടായിരുന്നേ. പുതിന ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഗരം മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് ശരിയാകാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ എടുക്കുന്ന സ്പൈസസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്പൈസസ് ആണെന്നുണ്ടെങ്കിൽ ഗരം മസാല നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.